ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 54 ആണ്. അപ്പോൾ സീരീസ് 53 വരെ കാണാത്തവർ കാണുക. ഓക്കെ, നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ IT ലെവലുള്ള ഇലക്ട്രീഷ്യൻ എക്സാം, അതുപോലെ ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2 എല്ലാ ഇലക്ട്രിക്കൽ റിലേറ്റഡ് എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡെയിലി 3 hours അല്ലെങ്കിൽ 2 hours നമ്മൾ അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിയറി ക്ലാസ് എല്ലാം പഠിച്ച് നിങ്ങൾക്ക് എക്സാം പാറ്റേൺ പോലെ എഴുതി നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ടോപ്പിക് വൈസ് MCQയുടെ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ്. ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ ടോപ്പിക് വൈസ് MCQ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്ന് 2 ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കും അതുപോലെ രാത്രി 8 മണിക്കുമാണ്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവരും ലൈവിൽ വരാൻ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ജേതാവ് 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LGS മെയിൻ 10th ലെവൽ 15th ജൂലൈയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അതുപോലെ തന്നെ ദൗത്യത്തിൻ്റെ 60 ഡേയുടെ കോഴ്സ് ഫോർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഓർ ഡിഗ്രി ലെവൽ എക്സാം 14th ജൂലൈ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ കറൻറ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള 2 ബാച്ച് കോഴ്സ് ഉണ്ട്. 7th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും 8th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഇപ്പോൾ ജൂലൈ 18 25 2 PM ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പ്രിലിംസ് സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ LDC 8 മണിക്ക് 18 25 ജൂലൈ 18 25 ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതിൽ വിന്നേഴ്സ് ആവുന്ന ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 year സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 2nd to 5th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ. 6th to 10th കിട്ടുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ഒരു ഇൻഫർമേഷൻ ഇന്ന് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യൂ. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലസ് ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, അതുപോലെ തന്നെ റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കാഡമി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസ് 1 month, 3 month, 6 month, 12 month അങ്ങനെ 24 months ഓരോ ഫീസ് തന്നിട്ടുണ്ട്. ഇതിൽ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ മിൽമയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, മിൽമ ഡിപ്പാർട്ട്മെൻറ്റിൽ 50 മാർക്കിന് ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നലെ 25 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. A 6.9 kV transmission line is connected to a transformer having 1500 turns on the primary and 24 turns on the secondary. The load across the secondary has an impedance of 5 ohm. Then the secondary voltage is okay. ഇപ്പോൾ ഒരു 6.9 kV ട്രാൻസ്മിഷൻ ലൈനാണ്. ഒരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. NP തന്നിട്ടുണ്ട്, NS തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇക്വേഷൻ അല്ലേ, N2/N1 = V2/V1. ഓക്കെ, ഇതിൽ നമുക്ക് V2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. N2 അറിയാം, N1 അറിയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ V2. നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ വന്നിട്ട് ഓപ്ഷൻ B ആണ് വരുന്നത്. 110.4 വോൾട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A 4-pole 250 kW 750 volt DC generator has a lap winding on the armature. The current carried by the armature coil is a 4-pole 250 kW 750 volt DC generator has a lap winding on the armature ആണ്. കറണ്ട് ക്യാരിഡ് ബൈ ദി ആർമേച്ചർ കോയിലാണ് സൂചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതാം. എന്താണ്? 4-pole ആണ്, 250 kW തന്നിട്ടുണ്ട്, 750 volt ആണ്, DC ജനറേറ്റർ ആണ്, ലാപ്പ് വൈൻഡിങ് ആണ്. നമുക്ക് കറണ്ട് ക്യാരിഡ് ബൈ ദ ആർമേച്ചർ കോയിലാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ I = നമ്മുടെ കിലോവാട്ട് 250 ഡിവൈഡ് ബൈ വോൾട്ടേജ്. ഓക്കെ, പവർ = VI ഫോർമുല ഉണ്ട്. നമുക്ക് I കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് I = 250/750. ഓക്കെ, സോൾവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് I കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? കറണ്ട് ക്യാരിഡ് ബൈ ദ ആർമേച്ചർ കോയിൽ. കറണ്ട് ക്യാരിഡ് ബൈ ദ ആർമേച്ചർ കോയിൽ IE കാണാൻ വേണ്ടി ഈ നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് കിട്ടുന്ന I ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ് P എത്രയാണ്? 4. ഓക്കെ, ഇപ്പോൾ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് ഇറ്റ് ഈസ് ഓപ്ഷൻ A 83.25 കിട്ടും. ചെയ്ത് നോക്കുക. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. എ DC ഷണ്ട് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ. DC ഷണ്ട് മോട്ടർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലിഫ്റ്റിലാണോ, ക്രെയിനിലാണോ, ലേത്തിലാണോ? നൺ ഓഫ് ദി അബോവ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലേത്ത് ആണ്. ഓക്കെ, അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 4-pole DC മോട്ടർ വിത്ത് ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.5 ohm റിസീവ്സ് എ സപ്ലൈ ഓഫ് 220 volt. If the back EMF produced during running condition is 210 volt, the armature current is okay. മോട്ടർ ആണ്, DC മോട്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 4-pole ആണ്, ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് V തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്ക് EMF തന്നിട്ടുണ്ട്. നമുക്ക് ആർമേച്ചർ കറണ്ട് IA ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മോട്ടറിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ദാറ്റ് ഇസ് വി ഈക്വൽ ടു എന്താണ് ഇ ബി പ്ലസ് ഐ എ ആർ എ അല്ല, ഇതല്ല നമ്മുടെ ഇക്വേഷൻ. വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് വി തന്നിട്ടുണ്ട് 220 വോൾട്ട്, ഇ ബി തന്നിട്ടുണ്ട് 210 വോൾട്ട്, ആർ എ തന്നിട്ടുണ്ട് 0.5. നമുക്ക് ഐ എ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ സോൾവ് ചെയ്യാം. നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 20 ആംപിയർ കിട്ടും. ഓക്കെ, അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. The nominal speed of a 3-phase 12-pole induction motor is excited by a 60 Hz source at a full load slip of 6% is. ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാം. എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റൻ ആണ്. 12 പോളാണ്, പോൾ തന്നിട്ടുണ്ട്, 60 ഹേർട്സ് ആണ്, ഫുൾ സ്ലോഡ് സ്ലിപ്പ് തന്നിട്ടുണ്ട്, നോമിനൽ സ്പീഡ് NS കാണും, 120f/p വെച്ച് NS കണ്ടുപിടിക്കുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി വരും, 564 RPM. അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻകോപ്പറേഷൻ ഓഫ് സിങ്കണസ് കണ്ടൻസർ ഇൻ ദ പവർ സിസ്റ്റം. പവർ സിസ്റ്റത്തിൽ സിങ്കണസ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹാസ് നോ എഫക്റ്റ് ഓൺ പവർ സിസ്റ്റം എബിലിറ്റി, ഡിക്രീസസ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, ഇംപ്രൂവ്സസ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, നൺ ഓഫ് ദി എബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. സിങ്കണസ് കണ്ടൻസർ യൂസ് ചെയ്തതോടെ നമുക്ക് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ ലൈൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സിങ്കണസ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിയും ഇംപ്രൂവ് ആവും. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദി ഇൻപുട്ട് ടു ദ പ്രൈം മൂവർ ഓഫ് എൻ ഓൾട്ടർനേറ്റർ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് എക്സൈറ്റേഷൻ ഈസ് ചേഞ്ച്ഡ്, ദെൻ if the input to the prime mover of an alternator kept constant ആണ്, എക്സൈറ്റേഷൻ ചേഞ്ച് ആവണമെങ്കിൽ then the reactive component of the output changed ആണോ, active component of the output changed ആണോ, power factor of the load remain constant ആണോ, power factor of the load is reduced ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് ദി ഔട്ട്പുട്ട് ചേഞ്ച്ഡ് ആണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ അണ്ടർ എക്സൈറ്റഡ് സിങ്കണസ് ജനറേറ്റർ ഓപ്പറേറ്റ് അറ്റ് ലാഗിങ് പവർ ഫാക്ടർ ആണോ, ലീഡിംഗ് ആണോ, യൂണിറ്റി ആണോ, ലാഗിങ് ഓർ ലീഡിംഗ് പവർ ഫാക്ടർ? ഓക്കെ, നമുക്കറിയാം അണ്ടർ എക്സൈറ്റഡ് ആകുമ്പോൾ ഇറ്റ് ഓപ്ഷൻ ബി ആണ്, ലീഡിംഗ് പവർ ഫാക്ടർ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഈ സിങ്കണസ് ജനറേറ്റർ ഹാവിംഗ് ഇ ഈക്വൽ ടു 1 per unit ഈസ് ഫീഡിംഗ് ആൻ ഇൻഫിനിറ്റ് ബസ് വിത്ത് വോൾട്ടേജ് വി ഈക്വൽ ടു 1 per unit ത്രൂ എ ട്രാൻസ്ഫർ റിയാക്റ്റൻസ് ഓഫ് 0.5 സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ് ഈക്വൽ ടു ഇ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എക്സ് ഡി. ഓക്കെ, ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇ ഇൻറ്റു സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ് ഈക്വൽ ടു ഇ ഇൻറ്റു വി ഡിവൈഡ് ബൈ എക്സ് ഡി, വേറെ ഇ എന്ന് പറയുന്ന ഇൻഫിനിറ്റ് ബസ് വോൾട്ടേജ്, വി എന്ന് പറഞ്ഞ സിങ്കണസ് മെഷീൻ വോൾട്ടേജ്, എക്സ് ഡി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ റിയാക്റ്റൻസ് ബിറ്റ്വീൻ ജനറേറ്റർ ആൻഡ് ഇൻഫിനിറ്റ് ബസ്. ഓക്കെ, എക്സ് ഡി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ റിയാക്റ്റൻസ് ബിറ്റ്വീൻ ജനറേറ്റർ ആൻഡ് ഇൻഫിനിറ്റ് ബസ്. അപ്പോൾ നമുക്ക് എല്ലാം തന്നിട്ടുണ്ടല്ലേ ക്വസ്റ്റനിൽ. ഇ എന്ന് പറയുന്നത് 1 ആണ്, വി തന്നിട്ടുണ്ട് 1 ആണ്, എക്സ് ഡി തന്നിട്ടുണ്ട് 0.5. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 2 per unit കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഓഫ് എ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ ഈസ്. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഓഫ് എ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഫോർ സ്പ്ലിറ്റ് ഫേസ് മോട്ടർ ഈസ്. സെയിം ആണോ, മോർ ആണോ, ലെസ് ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, മോർ ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. ദ കറണ്ട് ഗെയിൻ ഓഫ് എ കോമൺ ബേസ് കോൺഫിഗറേഷൻ വെയർ ഐ എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ ആണ് ആൻഡ് ഐ സി എന്ന് പറഞ്ഞാൽ 4.5 മില്ലി ആംപിയർ ഈസ്. കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കണം. കറണ്ട് ഗെയിൻ കാണുന്ന ഫോർമുല എന്താണ്? ഇറ്റ് ഇസ് ഐ സി ബൈ ഐ. ഓക്കെ, ഐ സി ബൈ ഐ. ഐ സി വന്നിട്ടുണ്ട് എത്രയാണ്? 4.5 ഡിവൈഡ് ബൈ 5. ഐ സി ഡിവൈഡ് ബൈ ഐ സി എത്രയാണ്? 4.5 ഡിവൈഡ് ബൈ ഐ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5 മില്ലി ആംപിയർ. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി 0.9 കിട്ടും. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി യു ജെ ടി പി ടൈപ്പ് എമിറ്റർ ഈസ് ഡാഷ് ഡോപ്ഡ്. യു ജി ടിയിൽ പി ടൈപ്പ് എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഹോൾഡിംഗ് കറണ്ട് ഓഫ് എ തൈറിസ്റ്റർ ഈസ്. തൈറിസ്റ്ററിൻ്റെ ഹോൾഡിംഗ് കറണ്ട് ഓഫ് എ തൈറിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ലെസ് ദാൻ ലാച്ചിങ് കറണ്ട് ആണ്. ദ സ്ട്രക്ചർ ഓഫ് ഐ ജി ബി ടി. ഐ ജി ബി ടിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്? പി എൻ പി സ്ട്രക്ചർ കൺട്രോൾഡ് ബൈ മോസ് ഗേറ്റ് ആണോ, എൻ എൻ പി പി സ്ട്രക്ചർ കണക്റ്റഡ് ബൈ എ മോസ് ഗേറ്റ് ആണോ, പി എൻ സ്ട്രക്ചർ കണക്റ്റഡ് ബൈ എ മോസ് ഗേറ്റ് ആണോ, എൻ പി സ്ട്രക്ചർ കണക്റ്റഡ് ബൈ എ മോസ് ഗേറ്റ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, പി എൻ സ്ട്രക്ചർ കണക്റ്റഡ് ബൈ എ മോസ് ഗേറ്റ് ആണ്. ദ കൺട്രോളിംഗ് പാരാമീറ്ററിനെ മോസ്ഫെറ്റിലെ കൺട്രോളിംഗ് പാരാമീറ്റർ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, വി ജി എസ് ആണ്, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ആണ് കൺട്രോളിംഗ് പാരാമീറ്ററിനെ മോസ്ഫെറ്റ്. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി എക്സോർ ഗേറ്റ്സ് ആർ യൂസ്ഡ് ഇൻ 2-bit ഫുൾ ആഡർ സർക്യൂട്ട്? ഹൗ മെനി എക്സോർ ഗേറ്റ്സ് ആർ യൂസ്ഡ് ഇൻ 2-bit ഫുൾ ആഡർ സർക്യൂട്ട്? ദിസ് ഓപ്ഷൻ ബി ആണ്, 3 ആണ്. 3 എക്സോർ ഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ് ടു കൺവേർട്ട് മൾട്ടിപ്പിൾ സിഗ്നൽസ് ടു എ സിംഗിൾ ഔട്ട്പുട്ട്? ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട്. മൾട്ടിപ്പിൾ സിഗ്നൽസിനെ സിംഗിൾ ഔട്ട്പുട്ടായി മാറ്റുന്നത് നമ്മുടെ മൾട്ടിപ്ലെക്സർ ആണ്. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ അസിങ്കണസ് സർക്യൂട്ട്? അസിങ്കണസ് സർക്യൂട്ട് ഏതാണ്? ലാച്ച് ആണോ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ലാച്ച് ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ബൈനറി കോഡ് കൺവേർഷൻ? ബൈനറി കോഡ് ഡെസിമൽ കൺവേർഷൻ ഓഫ് ഡെസിമൽ 147. ഓക്കെ, 147 ആണ്. 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 0
0 1 ആണ് 1. 4ൻ്റെ ആണെങ്കിലോ 0 1 0 0. 7ൻ്റെ ആണെങ്കിലോ 0 1 1 1. ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ. അത് 0 0 0 0 0 ആണെങ്കിൽ 0. നമ്മളെങ്ങനെ ചെയ്യുന്നത് 1 2 4 8. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് കൂട്ടി ചെയ്ത് നോക്കുക. 1 ആണെങ്കിൽ എന്ത് വരും? 1ൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കണം. ബാക്കിയെല്ലാം എന്ത് വരും? 0 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ? ഇതാണ് വരുന്നത്. അടുത്ത വിച്ച് ഓഫ് ദീസ് ഗേറ്റ്സ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ബോത്ത് എ ആൻഡ് ബി. നാൻഡ് ഗേറ്റും ആണ്, നോർ ഗേറ്റും ആണ്. നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗേറ്റ് ഗീവ് ഔട്ട്പുട്ട് ആസ് 1 ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട്സ്? ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട്സിൽ ഔട്ട്പുട്ട് 1 കിട്ടുന്ന ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റ്. അത് 47ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ഗീവൺ ആസ് ഇൻപുട്ട് ടു ദ നാൻഡ് ഗേറ്റ് ദെൻ വാട്ട് ഇസ് ദ ഔട്ട്പുട്ട്? എ ആൻഡ് ബി ഇൻപുട്ട് ആണെങ്കിൽ നാൻഡ് ഗേറ്റിലാണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്തായിരിക്കും ഇറ്റ് ഇസ് എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. കൺവേർട്ട് ബി സി ഡി 0 0 1 0 0 1 0 0 1 1 0 ടു ബൈനറി. ഈ ബൈനറിയിലോട്ടാകാൻ ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡേറ്റ സെലക്ട് ലൈൻസ് ആർ റിക്വയർഡ് ഫോർ സെലക്ടിങ് n ഇൻപുട്ട്സ് ഇൻ എ മൾട്ടിപ്ലയർ? എത്ര ഡേറ്റ സെലക്ട് ലൈൻസ് വേണം? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ലോഗ് ബേസ് 2 n ഡേറ്റ സെലക്ട് ലൈൻസ് വേണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് ദ 2 ബെസ്റ്റ് മെത്തേഡ് ഓഫ് ലോജിക് സർക്യൂട്ട് സിംപ്ലിഫിക്കേഷൻ? 2 ബെസ്റ്റ് മെത്തേഡ് ലോജിക് സർക്യൂട്ട് സിംപ്ലിഫിക്കേഷന് 2 ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ബൂളിയൻ ആൽജിബ്രയും കാർനോഫ് മാപ്പിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നാളെ നമുക്ക് അടുത്ത 25 ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.